നമസ്കാരം. പാലക്കാട് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ പാലക്കാടിലെ പുതുപ്രിയാരം ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടിനെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. മൊത്തം വന്നിട്ട് 3.35 സെന്റ് സ്ഥലത്തിൽ 1465 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള നല്ലൊരു വീടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട്. വീട്ടിലേക്ക് 2 വഴിയാണുള്ളത്. നമ്മളുടെ ഒലവക്കോട് റെയിൽവേ ജംഗ്ഷനിൽ നിന്നും നമ്മളുടെ ഈ പുതുപ്രയാരം ഈ വീട്ടിലേക്ക് വെറും 2 കിലോമീറ്റർ മാറ്റമാണുള്ളത്. ഹൈവേയിൽ നിന്നും വെറും 100 മീറ്റർ മാറ്റമാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് പുതുപ്രിയാരം പഞ്ചായത്ത് ഓഫീസിന്റെ പരിസരത്താണ് നമ്മളുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. നമ്മളുടെ ഈ സ്ഥലത്ത് നിന്നും നമ്മുടെ DRM ഓഫീസ്, റെയിൽവേ ഡിവിഷൻ ഓഫീസ്, അവിടേക്കൊന്ന് വെറും 2 കിലോമീറ്റർ മാറ്റമാണ് ഉള്ളത്. അതേപോലെ ECHS 1 കിലോമീറ്റർ മാറ്റമാണ് ഉള്ളത്. FC ഗുഡോണിലേക്ക് നമ്മുടെ ഈ പരിസരത്ത് നിന്ന് 1 കിലോമീറ്റർ മാറ്റം. അതേപോലെ നമ്മുടെ റെയിൽവേ ഹോസ്പിറ്റലിലേക്ക് 2.5 കിലോമീറ്റർ മാറ്റമാണ് ഉള്ളത്. നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തു നിന്നും നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്കൊക്കെ വെറും 100 മീറ്റർ ഉള്ളതുകൊണ്ട് ഏത് സമയത്തും പെട്ടെന്ന് നടന്നു പോകാൻ പറ്റും. ബസ്സുകളായിക്കോട്ടെ, ഓട്ടോകളായിക്കോട്ടെ, കടകളായിക്കോട്ടെ, മെഡിക്കൽ ഷോപ്പ്, ഇങ്ങനെ എല്ലാതും നമ്മളുടെ ഈ വീടിന്റെ പരിസരത്താണ് ഉള്ളത്. വടക്ക് ഫേസാണ്. നല്ല രീതിയിലുള്ള ഒരു ഓപ്പൺ വെല്ല് നമ്മളുടെ ഈ വീട്ടിലുണ്ട്. ധാരാളം വെള്ളമുണ്ട്. അതുകൂടാതെ മലമ്പുഴ കണക്ഷൻ കൂടിയുണ്ട്. നമ്മുടെ ഈ വീട്ടിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് ഉള്ളത്. കയറി വരുമ്പോൾ തന്നെ നല്ല രീതിക്ക് ചെറിയൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു കാറോ 1-2 ടൂ വീലറോ നിർത്താൻ പറ്റിയ രീതിയിലുള്ള സ്ഥല സൗകര്യമുണ്ട്. ജനലുടെ വാതിലൊക്കെ തേക്ക് മരത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഫാമിലിക്ക് താമസിക്കാൻ വേണ്ടിയ എല്ലാവിധമായ സൗകര്യത്തോടു കൂടിയിട്ടാണ് നമ്മളുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത്. കയറിയ വഴിക്ക് നല്ല രീതിയിലുള്ള ഒരു ഹാൾ കം ഡൈനിങ് ആണ് ഉള്ളത്. ഹാളിന്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് മേലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ് കാര്യങ്ങളും വല്ലതും ഉള്ളതാണ്. ഈ വീട് വന്നിട്ട് മൊത്തം 11 വർഷം പഴക്കമുള്ള വീടാണ്. ഫുള്ളി ചെങ്കല്ലിൽ കെട്ടിയ വീടാണ് ഈ വീട്. വീട് നല്ല വൃത്തിയുണ്ട്. താഴെ ഭാഗം ഉള്ളത് 1 ബെഡ്റൂമാണ്. ഇതാണ് താഴത്തെ ഫസ്റ്റ് ബെഡ്റൂം. ഈ ബെഡ്റൂമിലുള്ള അറ്റാച്ച് ബാത്റൂം ഉണ്ട്. 2 വകയായ ക്ലോസറ്റും ഉണ്ട്. ഇന്ത്യൻ ക്ലോസറ്റും ഉണ്ട്, യൂറോപ്യൻ ക്ലോസറ്റും ഉള്ളതാണ്. ഈ ഭാഗത്ത് റൈറ്റ് സൈഡ് വേറൊരു ഡോറും കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കാമ്പൗണ്ടിന്റെ തൊട്ടടുത്ത് വരാനുള്ള വഴിയാണത്. ഇവിടെ കാണുന്നത് കിച്ചണാണ്. നല്ല രീതിയിലുള്ള ഒരു കിച്ചൺ ഏരിയ ആണ്. കിഴക്ക് വടക്ക് ഭാഗത്താണ് നമ്മുടെ കിച്ചൺ ഒന്ന് സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം വേണ്ട രീതിയിലുള്ള കബോർഡ്സ് ഒക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് വീടിന്റെ വർക്ക് ഏരിയ. വീട്ടിലൊന്ന് താമസിക്കുന്ന ആൾക്കാർക്ക് യാതൊരു എക്സ്ട്രാ വർക്കും ഇല്ല. ഡയറക്റ്റ് ആയിട്ട് വന്ന വഴിക്ക് താമസിക്കുന്ന രീതിയിലാണ് നമ്മളുടെ വീട് ഉള്ളത്. അതേപോലെ സ്റ്റെയർ കേസ് കയറി മേലെ ചെല്ലുന്ന സമയത്ത് മേലെ വന്നിട്ട് 2 ബെഡ്റൂമാണ് ഉള്ളത്.
2 ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. 1465 സ്ക്വയർ ഫീറ്റാണ് മൊത്തം വീട് ഉള്ളത്. ഇത് വന്നിട്ട് വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂമാണ്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച് ബാത്റൂം. ഇവിടെ സൈഡിൽ കൂടെ ഡോർ കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് വീടിൻ്റെ ബാൽക്കണി ഭാഗമാണ്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഉമ്മാർസൊക്കെ നല്ല രീതിക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഈ ലെഫ്റ്റ് കാണുന്ന വഴി കൂടെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഈ വീടിനെ ചേർന്നുകൊണ്ട് ഉമ്മാർത്തി കൂടെ റൈറ്റിൽ കൂടെ ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ വേറെ 100 മീറ്റർ പോയാൽ മതി നമ്മുടെ ഹൈവേ എത്തും. അവിടെ എല്ലാവിധമായ കടകളും ഓട്ടോ സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ് എല്ലാം ഉള്ളതാണ്. ഏതൊരു സ്ഥലത്തേക്കും പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റിയ രീതിയിലുള്ള സ്ഥലമാണ് ഈ സ്ഥലം. നടക്കാനുള്ള ദൂരത്തിലാണ് ഇതെല്ലതും ഉള്ളത്. കടകളും കാര്യങ്ങളും എല്ലതും ഉള്ളത്. അതേപോലെ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂം ഈ ഭാഗത്താണ്. അത്യാവശ്യം വേണ്ട രീതിയിലുള്ള കബോർഡ്സൊക്കെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇതാണ് 3ാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച് ബാത്റൂം. വൃത്തിയുള്ള ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വീടാണ്. നമ്മുടെ ഈ വീട്ടിൽ നിന്ന് നമ്മുടെ സെൻറ് തോമസ് സ്കൂളിലേക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഉണ്ടാകുക. അതേപോലെ സെൻട്രൽ സ്കൂളിലേക്ക് വന്നിട്ട് 2 മുതൽ 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാകും. റെയിൽവേ ഹോസ്പിറ്റലിലേക്ക് 2.5 കിലോമീറ്റർ ഉണ്ടാകും. അതേസമയത്ത് ഒലവക്കോട് റെയിൽവേ ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരു 2 കിലോമീറ്റർ മാറ്റേ ഉള്ളൂ. അപ്പോൾ റെയിൽവേയായിട്ട് ബന്ധപ്പെട്ട് പോയിട്ട് വരാൻ വളരെ പാകമുള്ള ഒരു ലൊക്കേഷനാണ് ഈ ലൊക്കേഷൻ. FCI ഗുഡൗണിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ അടുത്താണ് ഈ പ്രോപ്പർട്ടി. നമ്മുടെ ഈ വീട്ടിൻ്റെ ഈ ബാക്ക് ഹൗസ് വന്നിട്ട് കുറച്ച് സ്ഥലമുണ്ട്. അതേപോലെ മേലെ കയറി കഴിഞ്ഞാൽ വീട്ടിൻ്റെ ഏറ്റവും മുകളിൽ നല്ല രീതിക്കുള്ള ഷീറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. സൈഡിൽ കൂടെ ചെറുതായിട്ട് തന്നെ മറച്ചിട്ടുണ്ട്. നല്ല രീതിക്കുള്ള ഒരു ട്യൂഷൻ ക്ലാസ് എടുക്കണം, അതേപോലെ ഡാൻസിങ് ക്ലാസ് ഇതൊക്കെ വയ്ക്കാൻ ഈ സ്ഥലം വന്നിട്ട് ഭാഗമായിട്ട് ഉണ്ടാവും. നമ്മളുടെ ഈ പ്രോപ്പർട്ടീനെ ഉടമസ്ഥൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവർ വേറൊരു ഭാഗത്ത് വലിയ രീതിയിലുള്ള വീട് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രോപ്പർട്ടീന് ഓരോന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വീട് വന്നിട്ട് മൊത്തം 11 വർഷം പഴക്കമുണ്ട്. 11 years ഓൾഡ് ബിൽഡിംഗ് ആണ്. നല്ല രീതിയിലുള്ള ഓപ്പൺ വെല്ലും ഉണ്ട്, മലമ്പുഴ കണക്ഷനുണ്ട്. 3.35 സെന്റ് സ്ഥലം, അതിൽ 1465 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 3 ബെഡ്റൂം ഹാള് കിച്ചണായിട്ട് നല്ല വൃത്തിയുള്ള വീടാണ് ഈ വീട്. നോർത്ത് ഫേസ് ആണ്. വാസ്തുപ്രകാരം പെർഫെക്റ്റ് ആണ്. അപ്പോൾ തൊട്ടടുത്തൊക്കെ ഒരുപാട് വീടുകൾക്ക് ഉള്ള ഒരു ഏരിയയാണ് ഈ ഏരിയ. അപ്പോൾ നമ്മളുടെ ഈ പ്രോപ്പർട്ടീൻ്റെ ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് വന്നിട്ട് 45 ലക്ഷം രൂപയാണ്. ഇനി നേരിട്ടൊന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ പ്രൈസ് ഒന്ന് ചെറിയൊരു മാറ്റം കൂടി വരും. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ കണ്ടിട്ട് ഈ പ്രോപ്പർട്ടി എടുക്കുക എന്ന താല്പര്യമുള്ള വ്യക്തികൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞാൻ ശിവദാസാണ്, പാലക്കാട് പ്രോപ്പർട്ടീസ്. നിങ്ങളുടെ ഇടപാടുകൾ ഏതുണ്ടെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക. നന്ദി, നമസ്കാരം.